ആ ബന്ധം വേണ്ട എന്ന് നമ്മൾ മറ്റേ കട്ടൺ റൈറ്റ് പോലെ അങ്ങനത്തെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ വിളിക്കും, മോൻ്റെ കാര്യം സംസാരിക്കും, വഴക്ക് പിടിക്കാറുണ്ട്. ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവാറുണ്ട്, ഫോണിൽ കൂടെ ആർഗ്യുമെന്റ്സ് ഉണ്ടാവാറുണ്ട്. നമുക്ക് വേണ്ട എന്ന് പൂർണ്ണമായിട്ടും നമ്മൾ തീരുമാനിച്ചാൽ പിന്നെ ഈ വഴക്കിന്റെ ആർഗ്യുമെന്റ്സിന്റെയും കാര്യങ്ങളില്ല. കട്ട് ഓഫ് ചെയ്താൽ പിന്നെ നെവർ മൈൻഡ്, അങ്ങനെ ആണല്ലോ. പക്ഷെ ഇപ്പോഴും അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും മറ്റേ ക്ലൈമാക്സ് ആയിട്ടില്ല. ക്ലൈമാക്സ് ആകുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ ഒഫീഷ്യൽ പേജിലൂടെ, കാരണം ഇത് ഞാൻ പോലും അറിയാതെ നാട്ടുകാർ ആഘോഷിച്ചു. കാരണം ഞാൻ എൻ്റെ കുറെ വാർത്തകൾ ഇതിനോടകം വന്നിരുന്നല്ലേ, അതായത് ആ സമയത്ത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണെന്ന് തോന്നുന്നു കുറെ ന്യൂസ് വന്നിരുന്നു, സെപ്പറേറ്റഡ് ആയി, ഡിവോഴ്സ്ഡ് ആയി എന്നൊക്കെ പറഞ്ഞു. അതെ, അത് പിന്നെ അത് ഞാൻ ഒരിക്കലും മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തില്ല. കാരണം ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലും നമ്മൾ തമ്മിലൊരു പിണക്കം വന്നാൽ കൂടെ അവർക്ക് എപ്പോഴും ക്യൂരിയോസിറ്റിയാണ്. സെലിബ്രിറ്റീസ് ആയാലും, അല്ലെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെ ലൈഫായാലും, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിന്റെ ലൈഫായാലും ഒക്കെ സെലിബ്രിറ്റി എന്നുള്ളൊരു സ്റ്റാറ്റസ് ഉണ്ട്. അവരുടെ ലൈഫിൽ എന്ത് നടക്കണു എന്നറിയാൻ വേണ്ടിയിട്ട് അത് ഓൾമോസ്റ്റ് ഇപ്പം നമുക്ക് പോലും നമ്മുടെ കൂടെയുള്ള സെലിബ്രിറ്റീസിന്റെ ലൈഫിൽ എന്ത് നടക്കുന്നു ഒരാൾ പറയുമ്പോൾ അത് കേൾക്കാനുള്ള കൗതുകമുണ്ട്. ആ കൗതുകം തന്നെ അവർക്കുള്ളൂ. അത് പിന്നെ അത് വേറെ രീതിയിലാക്കും. അതിപ്പോൾ ട്രെൻഡായി മാറിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇതിനും ഒരു വാല്യൂ ഇല്ലാതാവും. അപ്പം ഇതൊക്കെയാണ് സംഭവം. ഞങ്ങൾ ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ്. മോൻ്റെ കാര്യങ്ങൾ നോക്കി. മോൻ നൈപുണ്യ സ്കൂളിലാണ് പഠിക്കുന്നത്. 1ാം ക്ലാസ്സിലേക്ക് പോകണു. ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞാൻ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളൊരു റിലേഷൻ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലൈഫിലേക്ക് താഴേക്ക് പോന്നു കഴിയുമ്പോഴാണ് നമുക്കതിന് അയ്യോ എന്നൊരു തോന്നൽ വരാം. പക്ഷെ നമ്മളൊരു റിലേഷൻ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഓക്കെ ആയാൽ മതി. അപ്പം അത് ഏത് റിലേഷൻ ആയാലും, ഇപ്പോൾ ഒരു പ്രണയം ഉണ്ടായിട്ടുള്ള നമുക്കൊരു പ്രണയത്തിൽ നിന്നാണെങ്കിലും നമ്മൾ റിക്കവർ ചെയ്ത് വന്നിട്ട് നമ്മൾ മുന്നേക്ക് നല്ല രീതിയിൽ പോയാൽ മതി. അവിടുന്ന് താഴെ പോയി ഡിപ്രഷനായി, ഹോസ്പിറ്റലൈസ്ഡായി, ആത്മഹത്യ, അതൊന്നും അല്ലാണ്ട് ഒരു സ്റ്റെപ്പ് നന്നായി മേലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സമയവും കടന്നു പോകും. ഒന്നിനും സ്റ്റെബിലിറ്റി ഇല്ല ലൈഫിൽ. ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അരമണിക്കൂറിൽ ഇത് തീരും. ഇത് റെക്കോർഡായിട്ടുണ്ടാവും. ഈ സമയത്ത് ഞാൻ പറയുന്നതൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ പറയല്ല, ഞാൻ ഇപ്പൊ പറയുന്ന കാര്യങ്ങളും എൻ്റെ നിലപാടുകൾ നാളെ ഒരുപക്ഷെ മാറിയേക്കാം. ഞാൻ ഇപ്പോഴും പറയുന്നത് എടുത്തു പറയണു. ഞാൻ ഇപ്പൊ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നാളെ ചിലപ്പോൾ ഈ നിലപാടുകൾ മൊത്തം മാറിയേക്കാം. കാര്യം മനുഷ്യരാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല നമ്മുടെ ലൈഫ് പോകുന്നത്, നമ്മുടെ എക്സ്പീരിയൻസ് പോകുന്നത്. നമ്മുടെ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ പറയുന്നത്, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്, ചെയ്യുന്നത് എല്ലാം. അതുകൊണ്ട് നിലപാടുകൾ മാറ്റം ഉണ്ടാവും. ഇപ്പോഴത്തെ എൻ്റെ നിലപാടിൽ ഞങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കുന്നു. മോൻ്റെ കാര്യത്തിൽ രണ്ടുപേരും ഹാപ്പിയാണ്. അവൻ ഹാപ്പിയാണ്. അവൻ്റെ അപ്പൂപ്പൻ്റെ അമ്മ അടുത്ത് പോകുന്നുണ്ട്. അത് ഹസ്ബൻഡിൻ്റെ അമ്മയുടെ വീട്ടിൽ പോകുന്നുണ്ട്. ഹസ്ബൻഡിൻ്റെ കൂടെ വരുമ്പം ട്രിപ്പ് പോകുന്നുണ്ട്. മോനെ അതുപോലെ തന്നെ പോകണം. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അത് മോനെ അഫക്റ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അത് എൻ്റെ തീരുമാനം. എനിക്കറിയാം, ഗംഭീര ആർട്ടിസ്റ്റാ ചേച്ചി. ചെറുപ്പത്തിലെ തൊട്ട് ഡാൻസും കഥകളിയും കൂടിയാട്ടോ എന്തൊക്കെയോ ചെയ്യുമായിരുന്നു അല്ലേ? എന്തൊക്കെയോ ചെയ്യുമായിരുന്നു. ഡാൻസിന് ഫുള്ള് ചേച്ചി ആക്റ്റീവ് ആയിരുന്നു. കലാപ്രതിഭ, ഞാൻ കലാതലായിരുന്നു. ഹസ്ബൻഡ് പുള്ളിക്കാരൻ കലാപ്രതിഭയായിരുന്നു. 5 വർഷം കോട്ടയം ജില്ലയിലെ കലാപ്രതിഭയായിരുന്നു പുള്ളി. ഈ ചേച്ചിയുടെ മറ്റേ നവരസം ഒന്ന് കണ്ടാൽ കൊള്ളാന്നുണ്ട്. ചേച്ചി പല സ്റ്റേജിലും ഇട്ട് കണ്ടിട്ടുണ്ട്. ഉറങ്ങിയല്ലേ, ഒരുങ്ങി ഇറങ്ങിയേക്കോ അല്ലേ? ഓക്കെ, അപ്പൊ ഓരോന്നായിട്ട് നീ പറയോ? അത് പറയണം. അത് പറയാൻ എനിക്കറിയില്ല ചേച്ചി. അത് ടാസ്ക്. ആദ്യത്തേത് ഞാൻ പറയാം. അറിയാവുന്നത് പോലെ പറഞ്ഞു. ഓർഡർ ഒന്നും കറക്റ്റ് ആയിരിക്കും. വേണ്ട, ഓർഡർ വേണ്ട. ഓക്കെ ഫൈൻ. ആദ്യത്തെ ശാന്തം, അത് ഭയങ്കര എളുപ്പമല്ലേ? ആദ്യമാണോ അവസാനത്തിൽ തുടങ്ങാം. ശാന്തം വേണ്ട, ഭയാനകം. ഭയാനകം ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഈ കൂടിയാട്ടത്തിന്റെ രീതിയിലാണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടം. അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് കൈ വെക്കുന്നുള്ളൂ കേട്ടോ. കൈവച്ചോ? എന്നെ കൈവെക്കായിരുന്നാ മതി. ഇല്ല, ഇതിന്റെ കൈവെക്കില്ല. ഓക്കെ, ഭയാനകം. ഓക്കെ, ഇതാണ്. ഇതിന് നീ ഭയന്നല്ല, എനിക്കാ ഭയാനകം. കരുണം. അതെങ്ങനെ ചേച്ചി അങ്ങനെ പറപ്പിക്കാൻ പറ്റുന്നത്? ഞാൻ സിദ്ദിഖിക്കോട് ചോദിച്ചു കഴിഞ്ഞ ഇന്റർവ്യൂ. സിദ്ദിഖ് ഈ പറഞ്ഞ ഇമോഷണൽ രംഗങ്ങൾ അഭിനയിക്കുമ്പോ ഇവിടെ താടി വിറപ്പിക്കുന്ന കണ്ടിട്ടുണ്ടോ? എങ്ങനെ ഇങ്ങനെ വിറപ്പിക്കുന്നത്? കഥകളി പഠിച്ചോണ്ടാ? അതിപ്പോ എങ്ങനെയാന്ന് ചോദിച്ചാ സിദ്ദിഖ് കഥകളി ചേച്ചി കഥകളി പഠിച്ചോണ്ടാണ്. ഇതിപ്പം അത്
കൂടിയാട്ട സമയത്ത് അവിടെ വെച്ച് പഠിപ്പിച്ചത് അങ്ങനെ സാധനം ചെയ്ത പോലെ വന്നായിരിക്കും. ഓൾമോസ്റ്റ് കഥ അല്ലാത്തവരും ചെയ്യും. ഇത് മാത്രം ഇത് ശൃംഗാരം അല്ലേ? ചേച്ചിയുടെ ശൃംഗാരം കണ്ട എനിക്ക് ഒരു നാളെ അമ്പാടി നിന്ന് ചിരിക്കുന്നു. അമ്മയുടെ ശൃംഗാരം കണ്ടോ നീ? കണ്ടിട്ടുണ്ടോ? ശൃംഗാരം പിന്നെ കരുണില്ലേ? കരുണ ഇപ്പൊ കാണിച്ചു. കരുണം കാണിച്ചോ? ഹാസ്യം. അടിപൊളി. രൗദ്രം ആ കണ്ണു ഉറപ്പിക്കുന്ന സാധനം എനിക്കറിയാട്ടോ. ഇതല്ലേ നിന്റെ കണ്ണേ കാണാനില്ല. ചെറിയ കണ്ണ്. ബീവത്സം. ബീവൽസ് എന്ന് വെച്ചാൽ വൃത്തിഹീനമായത്, ഹാസ്യം, ശൃംഗാര ഹാസ്യം, രൗദ്രം, ഭയാനകം, അത്ഭുതം. ഞാൻ കാണിക്കുന്ന സാധനം കാണിക്കാൻ പറ്റുമോ? ഇത് ഞാൻ വീട്ടിൽ വെച്ചേക്കോ, എടുത്തില്ല. അവസാനത്തെ ശാന്തം അല്ലേ? ശാന്തം വെറുതെ ഞങ്ങൾ ഹൈലൈറ്റിൽ ഇത് ഇടും ചേച്ചി, പല ഭാവങ്ങള്. ചേച്ചി വീട്ടിലിടാനുള്ള സാധനം, വീട്ടിലിടാനുള്ള സാധനം കാണിച്ച് അമ്മൂച്ചനെ ചീത്ത പറയുന്നത്. അമ്മച്ചനെ അങ്ങനെ അമ്മച്ചൻ നല്ല ഗുഡ് ബോയ്യാ, ഋഷി പോലെ കാണിച്ചത്. അമ്മച്ചൻ അങ്ങനെ, അമ്മച്ചൻ നല്ല ഗുഡ് ബോയ് ആട്ടോ. അമ്മ എങ്ങനെയുണ്ട്? വീട്ടിൽ എങ്ങനെയുണ്ട്? ഭയങ്കര ദേഷ്യക്കാരിയാണോ? പണ്ട് ജിമ്മിൽ പോകാറുണ്ടായിരുന്നു. ഓ, നീ എന്താ ബന്ധമുള്ള? തല്ലാറുണ്ടോ അമ്മ? വടിയെടുത്ത് കൈ കൊണ്ട് തല്ലാറുണ്ടോ? പിച്ചാറുണ്ടോ? അമ്മ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് എന്തിനു വേണ്ടിട്ടാ? എങ്ങനെ ദേഷ്യപ്പെടുന്നത്? അങ്ങനെ അവനെ ദേഷ്യപ്പെടാൻ മാത്രമുള്ള അത് നല്ല കാര്യമല്ലേ? അത് നമുക്ക് മിടിക്കാം അമ്മ ആ കാര്യത്തിൽ. പിന്നെ അമ്മ പോട്ടെ, അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ? ക്വാളിറ്റി എന്താ? അമ്മയെ പൊന്നെ എന്തുകൊണ്ടാ ഇഷ്ടം? അത് അടിപൊളി. പിന്നെ പിന്നൊന്നുമില്ല. അമ്മയുടെ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം എന്താ? ദേഷ്യപ്പെടുത്തായിരിക്കും. അമ്മ എപ്പോഴും ദേഷ്യപ്പെടുവോ? ഇടയ്ക്ക് ഭയങ്കരയാണോ അമ്മ? പാവണോ? ഞാൻ ഈ കുരുത്തക്കേടൊക്കെ കാണിപ്പോ അമ്മ ഞാനത് ചെയ്യാതിരിക്കാൻ വേണ്ടി അമ്മയെ ഇപ്പുറത്ത് വന്നിക്കോ, ചേട്ടന് കിട്ടുന്നില്ലെന്ന് നിന്നെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? ഇവിടെ വന്നോ? എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? ഒന്നിലാവാൻ പോകുന്നു. ഏത് സ്കൂളാ? നൈപുണ്യയിലല്ലേ? നൈപുണ്യയിലെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കാറുണ്ട്, അമ്മ ഫാൻ ആണല്ലോ, അമ്മയുടെ ചോദിക്കണ്ടോ? അമ്മയുടെ ഫാൻ ആണെന്നൊക്കെ പറയാറുണ്ടോ? കുഞ്ഞുകുട്ടികളല്ലേ, അറിയില്ലായിരിക്കും അല്ലേ? ചോദിക്കാറുണ്ടോ? മുട്ടത്ത് നീ എന്നോട് ഇതുവരെ അറിയില്ലായിരുന്നോ? എന്നോടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഓ, ഇങ്ങനെ വല്ല ഇന്റർവ്യൂ ഇരുന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ വെച്ചിരുന്നതൊക്കെ പോലെ. അടിപൊളി കേട്ടോ ചേച്ചി. അപ്പൊ നമ്മളുടെ ഇന്റർവ്യൂല് ചെറിയൊരു സെഗ്മെന്റ് ഉണ്ട്, പ്രാങ്ക് ഓഫ് ഫ്രണ്ട് എന്നുള്ളതാണ് നമ്മുടെ സെഗ്മെന്റ് പേര്. ചേച്ചിക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ള, എനിക്ക് തല്ല് കിട്ടുമെന്ന് കോൺഫിഡൻസ് ആണോ വേണ്ടത്? ഇല്ല, ചേച്ചിന് അത്രയും കട്ടക്ക് കൂടെ നിൽക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട് വിളിച്ച് നമുക്ക് പറ്റിക്കാം. ആരും നമുക്ക് പറ്റിക്കാൻ യോഗ്യതയുള്ള ഒരു ഫ്രണ്ട് ആരാ? പറ്റിക്കുന്ന ആർക്കോ? പറ്റിക്കുന്ന ഈ യോഗ്യത ഒന്നുമില്ല. അങ്ങനെ നമുക്ക് മഞ്ജു പിള്ള ചേച്ചിനെ വിളിക്കാം. മഞ്ജു ചേച്ചി ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്താൽ ചിലപ്പോൾ എല്ലാവരും എല്ലാ രീതിയിലും എടുക്കണമെന്നില്ല. അങ്ങനെ ഇൻഡസ്ട്രിയിൽ മറച്ചിട്ട ഫ്രണ്ട്സ് ഒന്നും എനിക്ക് വളരെ കുറവ്. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ സജീവമായി നിൽക്കുന്ന അഭിനേത്രിയാണ് വീണ നായർ. ഹാസ്യ കഥാപാത്രങ്ങൾ മനോഹരമായി കൈകാര്യം ചെയ്തതാണ് വീണ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. ടെലിവിഷനിലൂടെയാണ് വീണയെ മലയാളികൾ അടുത്തറിയുന്നത്. ജനപ്രിയ പരമ്പരകളിലൂടെയും ബിഗ് ബോസ് അടക്കമുള്ള ഷോകളിലൂടെയും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാവുകയായിരുന്നു താരം. അഭിനേത്രി എന്നതിൽ ഉപരിയായി അവതാരകയായും നർത്തകിയായും ഗായികയായും എല്ലാം വീണ കയ്യടി നേടിയിട്ടുണ്ട്. നിരവധി ഹിറ്റ് സീരിയലുകൾ ചെയ്ത വീണ പിന്നീട് ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്താണ് ബിഗ് സ്ക്രീനിലേക്ക് ചുവടുവെച്ചത്.
വെള്ളിമൂങ്ങ എന്ന ആദ്യ ചിത്രത്തിലെ വേഷം വലിയ ശ്രദ്ധ നേടിയതോടെ നിരവധി അവസരങ്ങളാണ് പിന്നീട് സിനിമയിൽ വീണയ്ക്ക് ലഭിച്ചത്. ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ വീണയുടെ കരിയറിലും ജീവിതത്തിലും വലിയ മാറ്റങ്ങൾക്കാണ് കാരണമായത്. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം RJ അമനെ പ്രണയിച്ച് വിവാഹം ചെയ്തതെല്ലാം എല്ലാവരോടും പങ്കുവച്ചിരുന്നു. 2014 ഗായകനും സംഗീതജ്ഞനും ഡാൻസറും റേഡിയോ ജോക്കിയും ഒക്കെയായ RJ അമൻ എന്നറിയപ്പെടുന്ന സ്വാതി സുരേഷ് ഭൈമിയും വീണയും വിവാഹിതരായത്. അമ്പാടി എന്ന വിളിപ്പേരുള്ള മകനും ധൻവിൻ എന്നൊരു മകനും വീണയ്ക്കും അമനുമുണ്ട്. ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ വീണ ഹൗസിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ഭർത്താവിനെയും മകനെയും കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ താനും ഭർത്താവും വേർപിരിഞ്ഞു എന്ന് വീണ അറിയിച്ചപ്പോൾ ഉൾക്കൊള്ളാൻ പ്രേക്ഷകർക്കും ആദ്യം കഴിഞ്ഞില്ല. 3 വർഷത്തോളം പിരിഞ്ഞ് കഴിഞ്ഞ ശേഷമാണ് ഇവർ ഡിവോഴ്സ് ആവുന്നത്. ഇരുവരും തമ്മിലുള്ള പ്രശ്നത്തിന്റെ പേരിൽ മകനെ ബുദ്ധിമുട്ടിക്കാനോ കഷ്ടപ്പെടുത്താനോ ഇരുവർക്കും ഉദ്ദേശമില്ല. മാതാപിതാക്കൾ എന്ന രീതിയിൽ മകന് വേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ടപ്പോൾ അങ്ങനെ ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്നും വീണ പറഞ്ഞിരുന്നു. ദുബായിൽ FM-ൽ RJ ആയി ജോലി ചെയ്യുന്ന അമനെ കാണാൻ ഇടയ്ക്കിടെ മകനെ വീണ പറഞ്ഞുവിടാറുണ്ട്. മകന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഏറെയും ചിത്രങ്ങളും വീഡിയോകളും മകനെ കുറിച്ചുള്ളത് തന്നെയാണ്. കഴിഞ്ഞ അധ്യായം വായിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിലെ പുതിയ അധ്യായം തുടങ്ങാനാവില്ല. എന്റെ വിവാഹമോചനത്തെക്കുറിച്ച് ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ ആളുകൾ കൂടുതൽ കഥകൾ മെനയാതിരിക്കാൻ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ സമയമായെന്ന് തോന്നുന്നു. ഞങ്ങൾ വേർപിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ ആ സത്യം നമുക്ക് മുന്നിലേക്ക് പറയുന്നത്. എന്നാൽ മകനെ ആലോചിച്ച് വിവാഹമോചനം നേടിയിട്ടില്ല എന്ന് പറഞ്ഞ വീണ പിന്നീട് ഔദ്യോഗികമായി വിവാഹമോചിതരായി എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് അമൻ മറ്റൊരു വിവാഹം ചെയ്യുകയും ചെയ്തു. അടുത്ത കൂട്ടുകാരിയെ തന്നെയാണ് അമൻ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. ഒരച്ഛന്റെ ചുമതലകളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ അതൊരു കാരണമാക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മകന് വേണ്ടി ഞാൻ എന്നും അവിടെ ഉണ്ടാകും. ഇത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോവുക അത്ര എളുപ്പമല്ല. ജീവിതം ചിലപ്പോൾ കഠിനമാകും. നമ്മൾ കരുത്തു നേടണം. സാഹചര്യം മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള പിന്തുണ എനിക്ക് നൽകണമെന്ന് കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും അഭ്യർത്ഥിക്കുന്നു എന്നാണ് അന്ന് വീണ പറഞ്ഞത്. എന്നാൽ തനിക്കൊരിക്കലും അമനെ മറക്കാനാവില്ല എന്നാണ് വീണ അവസാനമായി ഇന്റർവ്യൂകളിൽ പറഞ്ഞത്. എന്റെ യഥാർത്ഥ സ്വത്വത്തിലേക്ക് ഞാൻ പടിപടിയായി തിരിച്ചു പോകുന്നു എന്നാണ് അമന്റെ വിവാഹ ദിനത്തിൽ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് വീണ കുറിച്ചത്. മാത്രമല്ല തങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്നും വീണ പറഞ്ഞിരുന്നു. തങ്ങൾ ഏറ്റവും ബെസ്റ്റ് ലൈഫ്, നല്ല ജീവിതം ആയിരുന്നു തങ്ങളുടേത്. ഏറ്റവും നല്ല ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് ഞങ്ങൾ പരിഹരിച്ചില്ല. അതിനുവേണ്ടി സമയം കണ്ടെത്തിയില്ല. അങ്ങനെ ആ പ്രശ്നങ്ങളെല്ലാം വലിയ വലിയ പ്രശ്നങ്ങളായി മാറുകയായിരുന്നു എന്നാണ് വീണ പറയുന്നത്. തനിക്ക് ഒരിക്കലും അമനെ മറക്കാൻ സാധിക്കില്ലെന്നും താൻ സ്നേഹത്തോടെ അല്ലെങ്കിൽ താൻ സന്തോഷത്തോടെ എടുത്തൊരു കാര്യമല്ല, ഒരു തീരുമാനമല്ല ഈ വിവാഹമോചനം എന്നും വീണ പറയുന്നു.